ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ കോഡ് ഓഫ് പ്രൊഫഷണൽ എത്തിക്സ് ഫോർ സ്കൂൾ ടീച്ചേഴ്സ് എന്താണെന്നും അതിലെ ഫസ്റ്റ് ഒബ്ലിഗേഷൻ ദാറ്റ് ഈസ് ഒബ്ലിഗേഷൻ ടുവാർഡ്സ് സ്റ്റുഡൻസ് എന്തൊക്കെയാണെന്നുമാണ് ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ ഒബ്ലിഗേഷൻ ടുവാർഡ്സ് പാരൻസ്, കമ്മ്യൂണിറ്റി ആൻഡ് സൊസൈറ്റി ആൻഡ് ഒബ്ലിഗേഷൻ ടുവാർഡ്സ് ദി പ്രൊഫഷൻ ആൻഡ് കൊളീഗ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എന്തായിരുന്നു കോഡ് ഓഫ് പ്രൊഫഷണൽ എത്തിക്സ്? ജസ്റ്റ് അതിൻ്റെ മീനിങ് നോക്കാം. Code of Professional Ethics refers to a set of principles which govern the behavior of a person and provide guidelines on how a person should act towards other people and institutions. ഒരു പേഴ്സൺ, അതായത് ഒരു വ്യക്തിയുടെ ബിഹേവിയർ നിയന്ത്രിക്കുകയും ആ ഒരു വ്യക്തി മറ്റ് ആളുകളോടും സ്ഥാപനങ്ങളോടും എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസിനെയാണ് കോഡ് ഓഫ് പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്നത്. കോഡ് ഓഫ് പ്രൊഫഷണൽ എത്തിക്സ് ഫോർ സ്കൂൾ ടീച്ചർ കൺസിസ്റ്റിംഗ് ഓഫ് 3 ഒബ്ലിഗേഷൻ. ഫസ്റ്റ് വൺ, ഒബ്ലിഗേഷൻ ടുവാർഡ്സ് സ്റ്റുഡൻസ്, ഒബ്ലിഗേഷൻ ടുവാർഡ്സ് പാരൻസ്, കമ്മ്യൂണിറ്റി ആൻഡ് സൊസൈറ്റി ആൻഡ് ഒബ്ലിഗേഷൻ ടുവാർഡ്സ് ദി പ്രൊഫഷൻ ആൻഡ് കൊളീഗ്സ്. ഫസ്റ്റ് വൺ, ഒബ്ലിഗേഷൻ ടുവാർഡ്സ് സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതായത് ടീച്ചേഴ്സിന് സ്റ്റുഡൻസുമായിട്ട് ഒരു ലവ് ആൻഡ് എഫെക്ഷൻ ഉണ്ടായിരിക്കണം, സ്റ്റുഡൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ടെല്ലാം ടീച്ചേഴ്സ് മനസ്സിലാക്കിയിരിക്കണം, അതുപോലെ അവിടെ ഒരിക്കലും പാർഷ്വാലിറ്റി ഉണ്ടാവാൻ പാടില്ല, സ്റ്റുഡൻസിൻ്റെ ഓരോ നേട്ടത്തിലും ടീച്ചേഴ്സ് അവരെ എൻകറേജ് ചെയ്യണം, ഫിസിക്കൽ പണിഷ്മെൻറ്റ്, സെക്ഷൽ അബ്യൂസ്, മെൻ്റൽ ആൻഡ് ഇമോഷണലി ഹറാസ്മെൻറ്റ് ഇവയെല്ലാം ഒഴിവാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് വൺ, ഒബ്ലിഗേഷൻസ് ടുവാർഡ്സ് പാരൻസ്, കമ്മ്യൂണിറ്റി ആൻഡ് സൊസൈറ്റി. ടീച്ചേഴ്സിന് പാരൻസുമായിട്ടും കമ്മ്യൂണിറ്റി ആയിട്ടും സൊസൈറ്റി ആയിട്ടും ചില കടമകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എസ്റ്റാബ്ലിഷസ് എ റിലേഷൻഷിപ്പ് ഓഫ് ട്രസ്റ്റ് വിത്ത് പാരൻസ് ഓർ ഗാർഡിയൻസ് ഇൻ ദി ഇൻട്രസ്റ്റ് ഓഫ് ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ്. സ്റ്റുഡൻസിൻ്റെ ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ടീച്ചേഴ്സ് പാരൻസുമായിട്ടും അല്ലെങ്കിൽ ഗാർഡിയനുമായിട്ടും ഒരു ട്രസ്റ്റ് ഓഫ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ടീച്ചേഴ്സ് ബീയിങ് ദി സെൻട്രൽ ഫിഗർ ഇൻ ദി എഡ്യൂക്കേഷൻ സിസ്റ്റം ഹാസ് ദ കണക്ടിവിറ്റി വിത്ത് സ്റ്റുഡൻസ് ബോത്ത് ഇൻ ആൻഡ് ഔട്ട്സൈഡ് ദി ക്ലാസ് റൂം, ഹിസ് ഓർ ഹെർ കൊളീഗ്സ് ആൻഡ് ദ പാരൻസ്. അതായത് ടീച്ചർ എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലെ സെൻട്രൽ ഫിഗറാണ്. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിന് വിദ്യാർത്ഥികളുമായിട്ട് ക്ലാസ് മുറിക്കുള്ളിലും അല്ലെങ്കിൽ വെളിയിലോ അല്ലെ അവരുടെ കൊളീഗ്സുമായിട്ടും അല്ലെ അവരുടെ പാരൻസുമായിട്ടെല്ലാം ഒരു കണക്ടിവിറ്റി ഉണ്ട്. ദെൻ സ്റ്റുഡൻസ് അറ്റ് ദി സ്കൂൾ സ്റ്റേജ് ആർ ഇൻ എൻ ഇംപ്രഷനബിൾ ഏജ്. They are sometimes likely to go astray and timely correction in their mistakes can check later agony to parents. A proper channel of communication between the teacher and the parents can be of great help to the students. അതായത് സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത് സ്റ്റുഡൻസിൻ്റെ ഒരു ഇംപ്രഷനബിൾ ഏജ്, അത് ശ്രദ്ധേയമായ പ്രായമാണ്. അപ്പോൾ ഈ പ്രായത്തിലായിരിക്കും ചിലപ്പോഴൊക്കെ കുട്ടികളെല്ലാം വഴിതെറ്റിപ്പോകുന്നത്. അപ്പോൾ അവരുടെ തെറ്റുകളെല്ലാം കൃത്യസമയത്ത് തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് തിരുത്തണം. ദെൻ ടീച്ചേഴ്സും പാരൻസും തമ്മിൽ ഒരു പ്രോപ്പർ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതായത് ടീച്ചേഴ്സും പാരൻസും തമ്മിൽ ഒരു ട്രസ്റ്റ് ഓഫ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഇതാണ് ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് എസ്റ്റാബ്ലിഷ് എ റിലേഷൻഷിപ്പ് ഓഫ് ട്രസ്റ്റ് വിത്ത് പാരൻസ് ഓർ ഗാർഡിയൻസ് ഇൻ ദി ഇൻട്രസ്റ്റ് ഓഫ് ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ്. സെക്കൻഡ് വൺ, desist from doing anything which is derogatory to the respect of child or his or her parents or guardians. അതായത് മറ്റ് വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ചിട്ട് ആ കുട്ടിയുടെ അല്ലെങ്കിൽ കുട്ടിയുടെ പാരൻസിൻ്റെ ഗാർഡിയൻസിൻ്റെ എല്ലാം എസ്റ്റീം അല്ലെങ്കിൽ റെസ്പെക്റ്റ് കുറയുന്ന രീതിയിൽ ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ടു ട്രീറ്റ് ഈക്വലി ചിൽഡ്രൻ ഫ്രം ഡിഫറെൻറ്റ് എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ചിൽഡ്രൻ ബിലോങ്ങിങ് ടു ഡിഫറെൻറ്റ് റിലീജിയൻ, caste, disability categories, etc. The teacher should not make derogatory remark against students belonging to different background. അതായത് ഡിഫറെൻറ്റ് എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് റിലീജിയനിൽ, ഡിഫറെൻറ്റ് കാസ്റ്റ്, ഡിഫറെൻറ്റ് ഡിസബിലിറ്റി കാറ്റഗറീസ് തുടങ്ങിയവയിലുള്ള കുട്ടികളെ ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യണം. അതായത് അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്റ്റുഡൻസിനെ ടീച്ചർ അവരെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും പരാമർശിക്കാൻ പാടില്ല. Then
equally dangerous is the lowering of the esteem of the parents in front of children. അതുപോലെ തന്നെ സ്റ്റുഡൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ ചിൽഡ്രൻ്റെ മുന്നിൽ വെച്ചിട്ട് പാരൻസിൻ്റെ എസ്റ്റീം കുറയുന്ന രീതിയിലും സംസാരിക്കാൻ പാടില്ല. അതും ഒരു ഡേഞ്ചറസ് ആണ്. The socio-economic composition of students in a class is not homogeneous as all students do not come from the same background. അതായത് എല്ലാ വിദ്യാർത്ഥികളും ഒരേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ സോഷ്യോ എക്കണോമിക് കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കില്ല. നെക്സ്റ്റ് വൺ, നോട്ട് ടു കമ്പയർ വൺ ചൈൽഡ് പെർഫോമൻസ് വിത്ത് അനദർ. ഒരു കുട്ടിയുടെ പറയാം മറ്റൊരു കുട്ടിയുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. നമുക്കറിയാം കമ്പാരിസൺ ഈസ് ദി വേഴ്സ്റ്റ് തിങ്. അതുപോലെ ആ കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയാസിൽ ആ കുട്ടിയുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി മാക്സിമം എൻകറേജ്മെൻറ്റ്, അതായത് മാക്സിമം പ്രോത്സാഹനം നൽകുക. അതുപോലെ ആ കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഏരിയയിൽ ആ കുട്ടിയെ ഫോഴ്സ് ചെയ്യാതെ ഇരിക്കുക. ഇതാണ് സെക്കൻഡ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ഡെസിസ്റ്റ് ഫ്രം ഡൂയിങ് എനിത്തിങ് വിച്ച് ഈസ് ഡിറോഗേറ്ററി ടു ദി റെസ്പെക്ട് ഓഫ് ചൈൽഡ് ഓർ ഹിസ് ഓർ ഹെർ പാരൻസ് ഓർ ഗാർഡിയൻസ്. അതായത് ഡിഫറെൻറ്റ് എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിലെ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് റിലീജിയനിൽ ഡിഫറെൻറ്റ് കാസ്റ്റിലുള്ള സ്റ്റുഡൻസിനെ ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യാം. അതുപോലെ ഒരു കുട്ടിയുടെ പെർഫോമൻസ് മറ്റൊരു കുട്ടിയുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. ദെൻ തേർഡ് പോയിന്റ്, സ്ട്രൈവ് ടു ഡെവലപ്പ് റെസ്പെക്ട് ഫോർ ദി കോമ്പോസിറ്റ് കൾച്ചർ ഓഫ് ഇന്ത്യ എമംഗ് ദി സ്റ്റുഡൻസ്. അതായത് നാഷണൽ ഇൻ്റഗ്രേഷൻ വളർത്തിയെടുക്കാൻ അല്ലെങ്കിൽ നാഷണലിൻ്റെ റെസ്പെക്ട് ഡെവലപ്പ് ചെയ്യാൻ പരിശ്രമിക്കണം. In any class, there always representation of children of different cultures, language, religion. The value of composite culture requires equal tolerance and respect for all cultures of the land. അതായത് ഇന്ത്യ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കൾച്ചർ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ലാംഗ്വേജ്, ഡിഫറെൻറ്റ് റിലീജിയൻ, ഡിഫറെൻറ്റ് ബിലീഫ് എല്ലാം ഒരു നാടാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ക്ലാസ്സിലും എല്ലായ്പ്പോഴും വ്യത്യസ്ത കൾച്ചറിലുള്ള വ്യത്യസ്ത ഭാഷയിലുള്ള കുട്ടികളുടെ പ്രാതിനിധ്യം ഉണ്ടാവും. കോമ്പോസിറ്റ് കൾച്ചറിന് അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെ മൂല്യത്തിന് ഈക്വൽ ടോളറൻസും റെസ്പെക്റ്റും ആവശ്യമാണ്. The philosophy needs to be nurtured among the students through all curricular areas of the schools. സ്കൂളിലെ എല്ലാ പാഠ്യേതര മേഖലയിലൂടെയും ഈ ഫിലോസഫി വിദ്യാർത്ഥികൾക്കിടയിൽ വളർത്തിയെടുക്കാൻ ടീച്ചർ ശ്രമിക്കണം. അതായത് സ്ട്രൈവ്സ് ടു ഡെവലപ്പ് റെസ്പെക്ട് ഫോർ ദി കോമ്പോസിറ്റ് കൾച്ചർ ഓഫ് ഇന്ത്യ എമംഗ് ദി സ്റ്റുഡൻസ്. സ്റ്റുഡൻസിൻ്റെ ഇടയിൽ കോമ്പോസിറ്റ് കൾച്ചറിൻ്റെ റെസ്പെക്ട് ഡെവലപ്പ് ചെയ്യാൻ ടീച്ചർ ശ്രമിക്കണം. Fourth point, keep the country uppermost in mind and refrains from taking part in such activities as may spread feelings of hatred or enmity among different communities, religious and linguistic group. അതായത് ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസിൽ റിലീജിയസിൽ അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പുകൾക്കിടയിൽ എന്തെങ്കിലും വിദ്വേഷം തോന്നാനിടയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും ടീച്ചർ വിട്ടു നിൽക്കണം. അതായത് രാജ്യത്തിന് ഒരു അപ്പർ മോസ്റ്റായിട്ട് എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുകയും വേണം. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ടീച്ചർ ഹാസ് എ റെസ്പോൺസിബിലിറ്റി ഇൻ ഡെവലപ്പിംഗ് ഇൻ ദി സ്റ്റുഡൻസ് ടോളറൻസ് ആൻഡ് ഈക്വൽ റെസ്പെക്ട് ഫോർ ഓൾ റിലീജിയസ് ഫെയ്ത്ത് ആൻഡ് ലാംഗ്വേജസ്. ഒരു ടീച്ചർക്ക് വിദ്യാർത്ഥികൾക്കിടയിൽ ടോളറൻസും എല്ലാ റിലീജിയനെയും വിശ്വാസങ്ങളെയും ഭാഷകളെയും ഈക്വൽ റെസ്പെക്ട് ഡെവലപ്പ് ചെയ്യുന്നതിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നാണ്. In no case, teacher should use the platform of the school for the propagation of his or her personal views about different religion, region or caste. അതായത് ഡിഫറെൻറ്റ് റിലീജിയനെ കുറിച്ചോ അല്ലെങ്കിൽ റീജിയൻ അല്ലെങ്കിൽ കാസ്റ്റ് എന്നിവയെ കുറിച്ചെല്ലാം ആ ടീച്ചറിൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടുകൾ പ്രചാരണം നടത്താൻ വേണ്ടിയിട്ട് സ്കൂളിൻ്റെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ പാടില്ല. While discussing current social and political conflicts in the country, the teacher should refrain from taking sides and should always present a balanced and objective view of the conflict. അതായത് രാജ്യത്തിൻ്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ സംഘർഷങ്ങൾക്ക് പക്ഷം പിടിക്കുന്നത് ടീച്ചേഴ്സ് ഒഴിവാക്കണം. കൂടാതെ ഒരു ബാലൻസ്ഡ് അല്ലെങ്കിൽ ഒരു വസ്തുനിഷ്ഠപരമായി കാഴ്ചപ്പാടുകൾ എപ്പോഴും ടീച്ചേഴ്സ് അവതരിപ്പിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഫോർത്ത് പോയിന്റ്സ്. കീപ് ദ കൺട്രി അപ്പർമോസ്റ്റ് ഇൻ മൈൻഡ്, റിഫ്രെയിൻ ഫ്രം ടേക്കിംഗ് പാർട്ട് ഇൻ സച്ച് ആക്ടിവിറ്റീസ് ആസ് മേ സ്പ്രെഡ് ഫീലിംഗ്സ് ഓഫ് ഹാട്രഡ് ഓർ എംനിറ്റി അമംഗ് ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ്, റിലീജിയസ് ഓർ ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പിൽ പറഞ്ഞിരിക്കുന്നത്. സോ ഒബ്ലിഗേഷൻ ടുവാർഡ്സ് പാരൻസ്, കമ്മ്യൂണിറ്റി ആൻഡ് സൊസൈറ്റിയിൽ പറഞ്ഞിരിക്കുന്നത് സ്റ്റുഡൻസിൻ്റെ ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ടീച്ചേഴ്സും പാരൻസ് അല്ലെങ്കിൽ ഗാർഡിയനും തമ്മിൽ ഒരു ട്രസ്റ്റ് ഓഫ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുക.
ഡിഫറെൻറ്റ് എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിൽ, ഡിഫറെൻറ്റ് റിലീജിയനിലുള്ള, ഡിഫറെൻറ്റ് കാസ്റ്റിലുള്ള സ്റ്റുഡൻസിനെല്ലാം ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുക. അതുപോലെ മറ്റ് വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് അല്ലെങ്കിൽ അവരുടെ പാരൻസിൻ്റെ എസ്റ്റീം കുറയുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് എല്ലാം ഒഴിവാക്കുക. സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഇന്ത്യയുടെ, നമ്മുടെ രാജ്യത്തിൻ്റെ കോമ്പോസിറ്റ് കൾച്ചേഴ്സ് റെസ്പെക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ടീച്ചേഴ്സ് ശ്രമിക്കണം. അതുപോലെ ഡിഫറെൻറ്റ് റീജിയനെ കുറിച്ചെല്ലാം ടീച്ചേഴ്സിന് വ്യക്തിപരമായ കാഴ്ചപ്പാടുകളിൽ അതിനെക്കുറിച്ച് പ്രചാരണം നടത്താൻ വേണ്ടി സ്കൂൾ ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഉപയോഗിക്കരുത്. ഇത്രയും കാര്യങ്ങളാണ് ഒബ്ലിഗേഷൻ ടുവാർഡ്സ് പാരൻസ്, കമ്മ്യൂണിറ്റി ആൻഡ് സൊസൈറ്റിയിൽ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് തേർഡ് വൺ, ഒബ്ലിഗേഷൻ ടുവാർഡ്സ് ദി പ്രൊഫഷൻ ആൻഡ് കൊളീഗ്സ്. അപ്പോൾ ടീച്ചേഴ്സിന് അവരുടെ കൊളീഗ്സിനോടും പ്രൊഫഷനോടും ചില മര്യാദകളും കാര്യങ്ങളുമുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, സ്ട്രൈവ് ഫോർ ഹിസ് ഓർ ഹെർ കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്. എ ടീച്ചർ ടു സ്ട്രൈവ് കണ്ടിന്യൂസ്ലി ഫോർ ഹിസ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ഇൻ ഓർഡർ ടു റീപ്പ് ദി ബെനിഫിറ്റ് ഓഫ് ദി ലേറ്റസ്റ്റ് അഡ്വാൻസ്മെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് ഏരിയാസ് ഓഫ് നോളജ്. To engage the students with updated knowledge by using modified pedagogical practice. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രൊഫഷണലി നമുക്ക് എത്ര ഗ്രേറ്റ് ആവാൻ പറ്റുമോ അത്രയും മുകളിലെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. അതായത് ഒരു ടീച്ചർ തൻ്റെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി തുടർച്ചയായി ഡിഫറെൻറ്റ് ഏരിയാസിലെ, അതായത് ഏറ്റവും പുതിയ മുന്നേറ്റങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. നോളജും അവയുടെ പെഡഗോഗിയിലൂടെ, അതായത് മോഡിഫൈഡ് പെഡഗോഗിക്കൽ പ്രാക്ടീസിലൂടെ സ്റ്റുഡൻസിന് അപ്ഡേറ്റഡ് നോളജ് കൊടുക്കാനും ടീച്ചറിന് സാധിക്കണം. ദ സ്റ്റഡി ഓഫ് ന്യൂസ് പേപ്പേഴ്സ്, മാഗസീൻസ്, പ്രൊഫഷണൽ ജേർണൽസ്, റിസർച്ച് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ, പാർട്ടിസിപ്പേഷൻ ഇൻ സ്റ്റഡി സർക്കിൾ, സെമിനാർസ്, conference, etc. are some of the strategies which a teacher can use to grow professionally and also move upward in professional hierarchy. അതായത് ന്യൂസ് പേപ്പർ റീഡിങ്ങും, മാഗസീൻ, പ്രൊഫഷണൽ ജേർണൽസ്, റിസർച്ച് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ, പാർട്ടിസിപ്പേഷൻ ഇൻ സ്റ്റഡി സർക്കിൾസ്, സെമിനാർസ്, ഇതൊക്കെ ഒരു ടീച്ചറെ പ്രൊഫഷണലി ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സം സ്ട്രാറ്റജീസ് ആണ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സ്ട്രൈവ് ഫോർ ഹിസ് ഓർ ഹെർ കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്. സെക്കൻഡ് പോയിന്റ്സ്, create a culture that encourages purposeful collaboration and dialogue among colleagues and stakeholders. കൊളീഗ്സിൻ്റെ ഇടയിലും സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇടയിലും ഒരു പർപ്പസ്ഫുൾ കൊളാബറേഷൻ എൻകറേജ് ചെയ്യാൻ വേണ്ടി ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ കൾച്ചർ ക്രിയേറ്റ് ചെയ്യണം. അതായത് വ്യത്യസ്ത മേഖലകളിലുള്ള വിദ്യാർത്ഥികളുടെ നേട്ടങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി അവർ പുതിയ പദ്ധതികൾ അല്ലെങ്കിൽ പരിപാടികളെല്ലാം നിർവഹിക്കുന്നതിന് വേണ്ടി എല്ലാ അധ്യാപകരും എല്ലാ അക്കാദമിക് കാര്യങ്ങളിലും സംയുക്തമായി ആസൂത്രണം ചെയ്യണം. There should also be an environment of free and frank dialogue and discussion amongst teachers to seek collective solution to the problems of the institution and also those of teachers and students. അതായത് അധ്യാപകർക്കിടയിൽ സ്വതന്ത്രവും സത്യസന്ധവുമായ ഡിസ്കഷനിലൂടെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ, ആ സ്ഥാപനം നേരിടുന്ന പ്രശ്നങ്ങളും സ്ഥാപനത്തിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പ്രശ്നങ്ങളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കൂട്ടായിട്ട് അത് പരിഹരിക്കുക. Regular practice among teachers of an institution to sit together to reflect on the problem faced by them in curriculum transition or in classroom management or in attending to children with learning disabilities. അതായത് ഒരു സ്കൂളിലെ അധ്യാപകരെല്ലാം ഒരു പതിവായിട്ട് ഒന്നിച്ചിരുന്നിട്ട് ആ പാഠ്യപദ്ധതികളിൽ അല്ലെങ്കിൽ അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, ക്ലാസ് റൂം മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ പഠന വൈകല്യങ്ങളെക്കുറിച്ചോ അങ്ങനത്തെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ചെല്ലാം ചർച്ചകളും ഇടപെടലുകളും നടത്തണം. തേർഡ് പോയിന്റ്സ്, ടേക്സ് പ്രൈഡ് ഇൻ ദി ടീച്ചിങ് പ്രൊഫഷൻ ആൻഡ് ട്രീറ്റ് അതർ മെമ്പേഴ്സ് ഓഫ് ദി പ്രൊഫഷൻ വിത്ത് റെസ്പെക്റ്റ് ആൻഡ് ഡിഗ്നിറ്റി. അതായത് ടീച്ചിങ് പ്രൊഫഷനിൽ അഭിമാനിക്കുകയും മറ്റ് അംഗങ്ങളെ അവർ പരിഗണിച്ച് അവർക്കൊരു റെസ്പെക്റ്റ് കൊടുക്കുകയും ചെയ്യണം. എ ടീച്ചർ ഷുഡ് ടേക്ക് പ്രൈഡ് ഇൻ ഹാവിങ് ജോയിൻഡ് ദി ടീച്ചിങ് പ്രൊഫഷൻ. അതായത് ഒരു അധ്യാപകൻ എപ്പോഴും ഒരു ടീച്ചിങ് പ്രൊഫഷനിൽ ജോയിൻ ചെയ്തതിൽ എപ്പോഴും അഭിമാനിക്കണം. അതായത് ഒരു സാഹചര്യത്തിലും ആ ഒരു ടീച്ചിങ് പ്രൊഫഷനെ പറ്റി അവഗണന പ്രകടിപ്പിക്കാൻ പാടില്ല. എ ടീച്ചർ കനോട്ട് ഗിവ് ഹിസ് ഓർ ഹെർ ബെസ്റ്റ് ടു ദ സ്റ്റുഡൻസ് ആൻഡ് ദി കമ്മ്യൂണിറ്റി ഇഫ് he or she does not display the pride and dignity of the profession chosen. അതായത് ഒരു ടീച്ചർ അവർ തിരഞ്ഞെടുത്ത ടീച്ചിങ് പ്രൊഫഷനിൽ അഭിമാനവും ഡിഗ്നിറ്റിയും പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ ആ ഒരു അധ്യാപകന് തൻ്റെ ഏറ്റവും മികച്ചത് വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും നൽകാൻ കഴിയില്ല. എ ടീച്ചർ മസ്റ്റ് റിയലൈസ് ദാറ്റ് all members of the teaching profession, irrespective of their academic and professional qualification, treated with respect and dignity.
ഒരു ടീച്ചർ എപ്പോഴും അവരുടെ എല്ലാ മെമ്പേഴ്സിനോടും റെസ്പെക്റ്റ് ആയിട്ട് മാന്യതയോടെയും പെരുമാറണം. അത് അവരുടെ അക്കാദമിക് അല്ലെങ്കിൽ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഒന്നും കൺസിഡർ ചെയ്യാണ്ട്. ഫോർ എക്സാമ്പിൾ പ്രീ പ്രൈമറി ടീച്ചറാണ്, അല്ലെങ്കിൽ പ്രൈമറി ടീച്ചറാണ്, അല്ലെങ്കിൽ സെക്കൻഡറി സ്കൂൾ ടീച്ചറാണ്, അങ്ങനെയൊന്നും കൺസിഡർ ചെയ്യാണ്ട് അവരുടെ എല്ലാ മെമ്പേഴ്സിനോടും ബഹുമാനത്തോടെയും മാന്യതയോടും പെരുമാറണം. അതായത് അവർ ലോവർ പേയ്മെൻ്റ് ആണ് അല്ലെങ്കിൽ ലോവർ സ്റ്റേജ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്, അതൊന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അതെല്ലാവരോടും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യണം. In staff meeting, all teachers should be encouraged to express their views freely. അതായത് ഒരു സ്റ്റാഫ് മീറ്റിംഗ് കൂടുവാണെങ്കിൽ എല്ലാ ടീച്ചേഴ്സിനും അവരെ വ്യൂ പോയിന്റ്സ് ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ന്യൂലി റിക്രൂട്ടഡ് ജൂനിയർ ടീച്ചർ ആണെങ്കിൽ പോലും അവരുടെ അഭിപ്രായങ്ങൾക്കും ഉചിതമായ പ്രാധാന്യം അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് നൽകണം. ഫോർത്ത് പോയിന്റ്, റീഫ്രെയിൻസ് ഫ്രം engaging himself or herself in private tuition or private teaching activity. അതായത് പ്രൈവറ്റ് ട്യൂഷൻ അല്ലെങ്കിൽ പ്രൈവറ്റ് ടീച്ചിങ് ആക്ടിവിറ്റി കോഡ് ഓഫ് എത്തിക്സിന് എതിരാണെന്നാണ് പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് ഫുൾ ടൈം റെഗുലർ ടീച്ചേഴ്സ്, എൻഗേജ്മെന്റ് ഇൻ പ്രൈവറ്റ് ട്യൂഷൻ വർക്ക് അഫക്ട് ദി ക്വാളിറ്റി ഓഫ് ദെയർ വർക്ക് ഇൻ സ്കൂൾ അഡ്വേഴ്സ്ലി. If the teacher is engaged in tuition work for 3 to 4 hours before or after school hours, it is likely to have an adverse effect on his school duties, because the time he or she should have utilized for reading or for making preparation for teaching is spent on giving tuition. അപ്പോൾ ഫുൾ ടൈം റെഗുലർ ടീച്ചേഴ്സ് പ്രൈവറ്റ് ട്യൂഷനിൽ ഏർപ്പെടുമ്പോൾ അവരുടെ ഗുണനിലവാരം അതായത് ക്വാളിറ്റി ഓഫ് വർക്കിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് അത് സ്കൂളിനെ അഡ്വേഴ്സായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ടീച്ചർ 3 to 4 മണിക്കൂർ വരെ ട്യൂഷൻ ജോലിയിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്കൂൾ സമയത്തിന് മുമ്പോ അല്ലെങ്കിൽ അതിന് ശേഷമോ അത് അവരുടെ സ്കൂൾ ഡ്യൂട്ടീസിനെ പ്രതികൂലമായി ബാധിക്കും. കാരണം ആ ടീച്ചേഴ്സിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചിങ് പ്രിപ്പറേഷന് വേണ്ടിയോ അല്ലെങ്കിൽ വായിക്കാൻ വേണ്ടിയോ ഉപയോഗിക്കേണ്ട സമയമാണ് ട്യൂഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഗിവിംഗ് പ്രൈവറ്റ് ട്യൂഷൻ ടു വൺസ് ഓൺ സ്റ്റുഡൻസ് മേ ലീഡ്സ് ടു വയലേഷൻ ഓഫ് മെനി എത്തിക്കൽ പ്രിൻസിപ്പിൾസ്. സ്വന്തം വിദ്യാർത്ഥികൾക്ക് പ്രൈവറ്റ് ട്യൂഷൻ നൽകുന്നതും എത്തിക്കൽ പ്രിൻസിപ്പിൾസിനെ വയലേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് അത്തരം വിദ്യാർത്ഥികളിൽ ഒരു സോഫ്റ്റ് കോർണർ അധ്യാപകനിൽ ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് റീഫ്രെയിൻസ് ഫ്രം എൻഗേജിങ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് ഇൻ പ്രൈവറ്റ് ട്യൂഷൻ ഓർ പ്രൈവറ്റ് ടീച്ചിങ് ആക്ടിവിറ്റിയിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഫുൾ ടൈം റെഗുലർ ടീച്ചേഴ്സിന് പ്രൈവറ്റ് ട്യൂഷനിൽ ഏർപ്പെടുമ്പോൾ അത് അവരെ ക്വാളിറ്റി ഓഫ് വർക്കിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അത് സ്കൂളിനെ അഡ്വേഴ്സായിട്ടും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. Refrains from accepting any gift or favor that might impair or appear to influence professional decisions or actions. പ്രൊഫഷണൽ തീരുമാനങ്ങളെയോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തെയോ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കുന്നതിൽ നിന്നും റീഫ്രെയിൻ ചെയ്യണം. അതായത് ടീച്ചേഴ്സ് ഹാവ് ടു ബി റോൾ മോഡൽ ഫോർ ദി സ്റ്റുഡൻസ് ഓഫ് ഇംപ്രഷനബിൾ ഏജ്. Some students, out of the respect and affection for the teachers, sometimes offer small gift. These should be accepted with a smile. The teacher should not accept the gift or favors from the parents of the students. സ്റ്റുഡൻസിൻ്റെ ഇംപ്രഷനബിൾ ഏജിൽ ടീച്ചർ എപ്പോഴും അവർക്കൊരു റോൾ മോഡൽ ആയിരിക്കണം. അതായത് ചില വിദ്യാർത്ഥികൾ അധ്യാപകർക്ക് ബഹുമാനം കാരണം അല്ലെങ്കിൽ സ്നേഹം കാരണം ചിലപ്പോഴൊക്കെ ചില ഗിഫ്റ്റുകൾ കൊടുക്കും. അതായത് ഫ്ലവേഴ്സായിട്ടും ഗ്രീറ്റിംഗ് കാർഡായിട്ടെല്ലാം കൊടുക്കും. എന്നിരുന്നാലും ചില സിറ്റുവേഷനിൽ ചില വിദ്യാർത്ഥികൾ അധ്യാപകർക്ക് വിലയേറിയ സമ്മാനങ്ങൾ നൽകാൻ ശ്രമിക്കും. അതായത് ഇന്റേണൽ അസസ്മെന്റിൽ ഹയർ മാർക്ക് കിട്ടുക എന്ന് പ്രതീക്ഷിച്ചിട്ട്, അല്ലെങ്കിൽ സ്പോർട്സ് ടൂർണമെന്റിൽ അല്ലെങ്കിൽ കൾച്ചറൽ കോമ്പറ്റീഷനിൽ പങ്കെടുപ്പിക്കുമെന്ന് കരുതിയിട്ട്, അങ്ങനെയുള്ള സിറ്റുവേഷനിലെല്ലാം ടീച്ചർ അത് ശക്തമായിട്ട് നിരസിക്കണം. അതായത് അധ്യാപകൻ ഒരിക്കലും സമ്മാനങ്ങളോ അല്ലെ ആനുകൂല്യങ്ങളോ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളിൽ നിന്നും സ്വീകരിക്കരുത്. അപ്പോൾ ഇതാണ് 5th പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. റീഫ്രെയിൻസ് ഫ്രം ആക്സെപ്റ്റിംഗ് എനി ഗിഫ്റ്റ് ഓർ ഫേവർ ദാറ്റ് മൈറ്റ് ഇമ്പയർ ഓർ അപ്പിയേഴ്സ് ടു ഇൻഫ്ലുവൻസ് പ്രൊഫഷണൽ ഡിസിഷൻസ് ഓർ ആക്ഷൻസ്. 6th point, avoids making derogatory statements about colleagues, especially in the presence of pupils, other teachers, officials or parents. വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ മറ്റ് അധ്യാപകരുടെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ പാരൻസിൻ്റെ മുന്നിൽ വെച്ച് സഹപ്രവർത്തകരെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഒഴിവാക്കണം. എ ടീച്ചർ ഷോൾ ബി violating principles of professional ethics if he or she criticize the teaching style, dress sense, behavior, caste, urban or rural background of a colleague.
ഒരു അധ്യാപകൻ അവരെ കൊളീഗ്സിൻ്റെ ടീച്ചിങ് സ്റ്റൈല്, ഡ്രസ് സെൻസ്, ബിഹേവിയർ, കാസ്റ്റ്, അർബൻ ഓർ റൂറൽ ബാക്ക്ഗ്രൗണ്ട് എന്നിവയെക്കുറിച്ചെല്ലാം വിദ്യാർത്ഥികളുടെ മുന്നിൽ അല്ലെങ്കിൽ പാരൻസിൻ്റെ മുന്നിലെല്ലാം ഒരു അപമാനിക്കുന്ന രീതിയിൽ പ്രസ്താവന പറയുന്നതും കോഡ് ഓഫ് എത്തിക്സിനെ ലംഘിക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ടീച്ചർ മറ്റൊരു ടീച്ചറെ കുറിച്ച് പറയുകയാണ്. അതായത് ആ ടീച്ചർക്ക് പഠിപ്പിക്കാൻ അറിയില്ല, ആ ടീച്ചർക്ക് ആ വിഷയത്തിനെ കുറിച്ചിട്ട് ഒരറിവുമില്ല. ഇത് ആ അധ്യാപകനെ വിദ്യാർത്ഥികളുടെ കണ്ണിൽ ചെറുതാക്കാൻ ശ്രമിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഡെറിഗേറ്ററി സ്റ്റേറ്റ്മെൻറ്റ്, അതായത് കൊളീഗ്സിനെ കുറിച്ചുള്ള ഡെറിഗേറ്ററി സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം അവോയ്ഡ് ചെയ്യണം. എസ്പെഷ്യലി ഇൻ ദ പ്രസൻസ് ഓഫ് പീപ്പിൾസ്, അതർ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ് ഓർ ഒഫീഷ്യൽസ് എക്സെട്ര. നെക്സ്റ്റ് പോയിന്റ്, റെസ്പെക്ട് ദ പ്രൊഫഷണൽ സ്റ്റാൻഡിംഗ് ആൻഡ് ഒപ്പീനിയൻ ഓഫ് ഹിസ് ഓർ ഹെർ കൊളീഗ്സ്. അതായത് കൊളീഗ്സിൻ്റെ പ്രൊഫഷണൽ നിലപാടുകളെയും അഭിപ്രായങ്ങളെയും റെസ്പെക്റ്റ് ചെയ്യണം. In teaching profession, some teachers are likely to be more professionally advanced to others. അതായത് മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പം ചില ടീച്ചേഴ്സ് അവരുടെ ടീച്ചിങ് പ്രൊഫഷനിൽ കൂടുതൽ പ്രൊഫഷണൽ ആയിരിക്കും. ഹാബിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അനാലിസിസ് ആൻഡ് റിഫ്ലക്ഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ഇഷ്യൂസ് ആൻഡ് കൺസേൺസ്, അതുപോലുള്ള അവരുടെ വ്യൂസ് മറ്റുള്ളവരുമായി ഓറലി ഓർ റിട്ടൺ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനുള്ള കഴിവാണ് ഇതിന് കാരണം. A teacher should hold such professionally advanced fellow teachers. This does not mean that should blindly accept their views without a critical examination. അപ്പോൾ അങ്ങനെയുള്ള അധ്യാപകരെ, അങ്ങനെയുള്ള കൊളീഗ്സിനെ റെസ്പെക്റ്റ് ചെയ്യണം എന്ന് കരുതി ഒരു ക്രിട്ടിക്കൽ എക്സാമിനേഷൻ പോലും കൂടാതെ അവരുടെ വ്യൂസ് അന്ധമായി അംഗീകരിക്കണം എന്നല്ല ഇതിനർത്ഥം. എല്ലാ ടീച്ചേഴ്സിനും അവരുടെ സ്റ്റുഡൻസിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ വശങ്ങളിലും അഭിപ്രായം പറയാൻ അവകാശമുണ്ട്. അതായത് സ്കൂൾ അഡ്മിനിസ്ട്രേഷനിലും ക്ലാസ് റൂം മാനേജ്മെൻറ്റ്, ഡിസിപ്ലിൻസ്, ചിൽഡ്രൻ്റെ റൈറ്റ്, കരിക്കുലം എന്നീ കാര്യങ്ങളിലെല്ലാം എല്ലാ ടീച്ചേഴ്സിനും സ്റ്റുഡൻസിൻ്റെ എല്ലാ വശങ്ങളിലും, വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ വശങ്ങളിലും അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടുള്ള അവകാശമുണ്ട്. 8th point, maintain confidentiality of information concerning colleagues and dispense such information only when authorized to do so. ടീച്ചേഴ്സ് അവരുടെ കൊളീഗ്സുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് കോൺഫിഡൻഷ്യലി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഇറഗുലാരിറ്റീസ് എല്ലാം ഉണ്ടാകുമ്പോൾ ആ ഇൻഫർമേഷൻസ് ഡിസ്പെൻസ് ചെയ്യുന്നുണ്ട്. If there is any allegation that a teacher has committed some irregularities in the maintenance of accounts of an activity, school authorities appoint an enquiry committee to probe the matter. While investigating, the obtain information of confidential nature from the teacher, students and officials. അതായത് ഒരു അധ്യാപകനെ അവരുടെ കൊളീഗ്സിനെ കുറിച്ചിട്ട്, അവരെ ജീവിതത്തെക്കുറിച്ചും പെരുമാറ്റത്തെക്കുറിച്ചെല്ലാം ധാരാളം കാര്യങ്ങൾ അറിയാമായിരിക്കും. അപ്പോൾ ചില ഇൻഫർമേഷൻസ് രഹസ്യമായിട്ട് സൂക്ഷിക്കും. അപ്പോൾ ഒരു അധ്യാപകൻ എന്തെങ്കിലും ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ സ്കൂൾ അധികൃതർ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടിയിട്ട് എൻക്വയറി കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്യും. അപ്പോൾ ആ എൻക്വയറി കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ആ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അധ്യാപകരിൽ നിന്നും അല്ലെങ്കിൽ വിദ്യാർത്ഥികളിൽ നിന്നെല്ലാം ആ സമിതി ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്യും. അപ്പോൾ അത് അധ്യാപകൻ്റെ പ്രൊഫഷണൽ എത്തിക്സിനെ വയലേറ്റ് ചെയ്യുവാണെങ്കിൽ ആ ഇൻഫർമേഷൻസ് എല്ലാം പബ്ലിഷ് ചെയ്യും. അപ്പോൾ 8th പോയിന്റ് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ഇൻഫർമേഷൻ കൺസേണിങ് കൊളീഗ്സ് ആൻഡ് ഡിസ്പെൻസ് സച്ച് ഇൻഫർമേഷൻ ഓൺലി വെൻ ഓതറൈസ്ഡ് ടു ഡു സോ. Last points, refrains from making unsubstantiated allegations against colleagues and higher authorities. If a teacher observes some of his colleagues violating the ethical principle, he or she should bring it to the notice of senior colleagues. അതായത് ഒരു അധ്യാപകൻ തൻ്റെ കൊളീഗ്സ് എന്തെങ്കിലും എത്തിക്കൽ പ്രിൻസിപ്പിൾസ് വയലേറ്റ് ചെയ്യുന്നത് കണ്ടാൽ അത് സീനിയർ കൊളീഗ്സിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അബ്യൂസിങ് ചിൽഡ്രൻ സെക്ഷലി ഓർ ഇൻസ്റ്റിഗേറ്റിംഗ് സ്റ്റുഡൻസ് ഓഫ് വൺ കമ്മ്യൂണിറ്റി അഗെയിൻസ്റ്റ് സ്റ്റുഡൻസ് ഓഫ് അനദർ കമ്മ്യൂണിറ്റി, ഇങ്ങനെയൊരു സാഹചര്യമല്ല. അതായത് എത്തിക്കൽ പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്യുന്നതെന്ന് തോന്നിയാൽ ടീച്ചർ അത് സീനിയർ കൊളീഗ്സിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുത്തണം. അതായത് ഇങ്ങനെയൊരു സിറ്റുവേഷൻസ് അവഗണിക്കാൻ പാടില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കോഡ് ഓഫ് പ്രൊഫഷണൽ എത്തിക്സ് ഫോർ സ്കൂൾ ടീച്ചേഴ്സിൻ്റെ ഒബ്ലിഗേഷൻ ടുവാർഡ്സ് പാരൻസ്, കമ്മ്യൂണിറ്റി ആൻഡ് സൊസൈറ്റി ആൻഡ് ഒബ്ലിഗേഷൻ ടുവാർഡ്സ് ദി പ്രൊഫഷൻ ആൻഡ് കൊളീഗ്സ് ആണ് നോക്കിയത്. ക്ലാസ് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.